ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 4 സുപ്രധാന ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പ് ഈ മാസം 23-ന്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് LPG ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും കേന്ദ്ര സർക്കാർ. അമേരിക്ക ഇറാൻ 2ാം ഘട്ട സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചയിൽ പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. വടക്കൻ ജപ്പാൻ തീരത്ത് ശക്തമായ ഭൂചലനം. മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് മുംബൈ പോരാട്ടം. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ഇന്റർകാശി മത്സരം ഉടൻ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങുമായി ന്യൂഡൽഹിയിൽ പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക, കായിക, സാംസ്കാരിക, സർഗാത്മക മേഖലകളിലെ സഹകരണം സംബന്ധിച്ച 4 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സമഗ്ര സാമ്പത്തിക പങ്കാളിത്തം, ഡിജിറ്റൽ ബ്രിഡ്ജ് എന്നിവയിൽ ചർച്ചകൾ തുടരാനും തീരുമാനമായി. अगले दशक की सक्सेस स्टोरीज की नींव रख रहे हैं. AI, सेमीकंडक्टर और इंफॉर्मेशन टेक्नोलॉजी में साझेदारी और प्रगाढ़ करने के लिए हम इंडिया कोरिया डिजिटल ब्रिज लॉन्च कर रहे हैं. शिप बिल्डिंग, सस्टेनेबिलिटी, स्टील और पोर्ट जैसे क्षेत्रों में हम MOU कर रहे हैं. कल्चर और क्रिएटिव इंडस्ट्री में आपसी सहयोग से हम फिल्म, एनिमेशन और गेमिंग में भी नए आयाम स्थापित करेंगे. ജനാധിപത്യ മൂല്യങ്ങൾ, ഇൻഡോ പസഫിക് തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും ദക്ഷിണ കൊറിയയും സമാന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതായും ശ്രീ മോദി പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 2030ഓടെ $50 ബില്യൺ വർദ്ധിപ്പിക്കാനും തീരുമാനമായി. പ്രതിരോധം, നിർമ്മിത ബുദ്ധി, കപ്പൽ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് അറിയിച്ചു. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. മുൻനിര നേതാക്കളെ അണിനിരത്തി ശക്തമായ പ്രചാരണമാണ് മണ്ഡലങ്ങളിൽ നടക്കുന്നത്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. ഇവിടെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ മുതിർന്ന BJP നേതാക്കൾ പശ്ചിമ ബംഗാളിൽ ഇന്ന് പ്രചാരണത്തിനെത്തി. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി നോർത്ത് 24 പർഗാനയിലാണ് ഇന്ന് പ്രചാരണം നടത്തിയത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ NDA പ്രചാരണത്തിനായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്നെത്തിയിരുന്നു. കന്യാകുമാരിയിൽ നടന്ന പൊതുയോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്തു. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മെയ് 4-നാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിൽ നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ദേശീയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമാണ് കോടതി നോട്ടീസ് അയച്ചത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് നടപടി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് LPG ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും കേന്ദ്ര സർക്കാർ. LPG ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിന് പുറമെ ബുക്കിംഗ് കാലയളവ് നീട്ടുകയും ഡെലിവറി ഓതന്റിക്കേഷൻ കോഡ് ഏർപ്പെടുത്തുകയും ചെയ്തതായി പെട്രോളിയം മന്ത്രാലയ സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. 97,000 മെട്രിക് ടൺ ക്രൂഡ് ഓയിലുമായി ഇന്ത്യൻ കപ്പൽ ദേശ് ഗരിമ ശനിയാഴ്ച ഹോർമുസ് കടന്നതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് കടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം വെടിവെപ്പ് ഉണ്ടായതിനെ തുടർന്ന് 2 ഇന്ത്യൻ കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് മടങ്ങിയതായി ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ മൻദീപ് സിംഗ് രൺധാവ വ്യക്തമാക്കി. In the past 48 hours, 2 Indian vessels, VLCC Sanmar Herald and bulk carrier Jag Arnav reported a firing incident while transiting Strait of Hormuz, following which they returned to the Persian Gulf. There have been no injury to any crew reported. The ministry is in close and continuous communication with the crew. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ സന്ദർശിച്ച് പശ്ചിമേഷ്യൻ സാഹചര്യം സംബന്ധിച്ച ഉന്നതതല ചർച്ചകൾ നടത്തിയതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. അമേരിക്ക ഇറാൻ 2ാം ഘട്ട സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുന്നു.
ചർച്ചയിൽ പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. 2 ആഴ്ച വെടിനിർത്തൽ ബുധനാഴ്ച അവസാനിക്കാനിരിക്കെയാണ് സമാധാന ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. നയതന്ത്ര മാർഗങ്ങളെ US ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് വെടിനിർത്തൽ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ഇറാൻ വിദേശകാര്യ വക്താവ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലിന് നേരെ US ആക്രമണം നടത്തിയതായും ഇറാൻ വ്യക്തമാക്കി. 2ാം ഘട്ട സമാധാന ചർച്ചയ്ക്ക് US സംഘത്തെ അയക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നടന്നത്. അമേരിക്കൻ നാവിക ഉപരോധത്തെ വെടിനിർത്തൽ വ്യവസ്ഥകളുടെ ലംഘനമായി വിശേഷിപ്പിച്ച ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചു. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ഇന്ന് വാഷിംഗ്ടൺ DC-യിൽ പുനരാരംഭിക്കും. വാണിജ്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വ്യാപാര ചട്ടക്കൂടുകൾ പുനഃക്രമീകരിക്കാനാണ് 3 ദിവസത്തെ ചർച്ചകൾ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഒഡീഷ സന്ദർശിക്കും. റൂർക്കേലയിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ രാഷ്ട്രപതി വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കൊടകരയിൽ സഹോദരങ്ങൾക്ക് പാമ്പ് കടിയേറ്റ സംഭവത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. കുട്ടി കണ്ണു തുറന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ആൽജോയുടെ സംസ്കാരം കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഇന്ന് നടന്നു. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറി. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30-നും ഇടയിലാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നത്. പാറമേക്കാവ് ക്ഷേത്രത്തിൽ 11:30-നായിരുന്നു കൊടിയേറ്റ്. ഈ മാസം 24-നാണ് സാമ്പിൾ വെടിക്കെട്ട്. 25-ന് പൂരവിളംബര ചടങ്ങുകൾ നടക്കും. 26-നാണ് പൂരത്തിന്റെ പ്രധാന ആകർഷണമായ കുടമാറ്റം. കേരളത്തിൽ വരും ദിവസങ്ങളിലും കടുത്ത ചൂട് തുടരും. തെക്കൻ ജില്ലകളിലടക്കം വെള്ളിയാഴ്ച നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട നേരിയ തോതിലെ മഴ ലഭിക്കുമെങ്കിലും ഈ ആഴ്ച അവസാനം വരെയെങ്കിലും സംസ്ഥാനത്ത് ഉയർന്ന അന്തരീക്ഷ താപനില തുടരും. എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ അന്തരീക്ഷ താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും താപനില ഉയരും. മലയോര ജില്ലകളിൽ മാത്രമായിരിക്കും താപനില താരതമ്യേന കുറഞ്ഞു നിൽക്കുക. അതേസമയം വനമേഖലയോട് ചേർന്നുള്ളവർ കാട്ടുതീ മുൻകരുതൽ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133-ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വടക്കൻ ജപ്പാൻ തീരത്ത് ശക്തമായ ഭൂചലനം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:23-നാണ് 7.4 തീവ്രതയുള്ള ഭൂചലനമുണ്ടായത്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെ കുജി തുറമുഖത്ത് സുനാമി തിരമാലകളും അനുഭവപ്പെട്ടു. ഭൂചലനത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ജാപ്പാനീസ് പ്രധാനമന്ത്രി സനെ തക്കായിച്ചി അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുന്നു. അഹമ്മദാബാദിൽ അല്പസമയം മുമ്പാണ് മത്സരം ആരംഭിച്ചത്. ടോസ് നേടിയ ഗുജറാത്ത് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ഇന്റർ കാശിയെ നേരിടുകയാണ്. ലുധിയാനയിലാണ് മത്സരം പുരോഗമിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 27 പോയിന്റ് ഉയർന്ന് 78,520-ലും നിഫ്റ്റി 11 പോയിന്റ് നേട്ടത്തിൽ 24,365-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 4 സുപ്രധാന ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പ് ഈ മാസം 23-ന്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് LPG ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും ഗാർഹിക പാചക വാതക വിതരണം സാധാരണ നിലയിലാണെന്നും കേന്ദ്ര സർക്കാർ. അമേരിക്ക ഇറാൻ 2ാം ഘട്ട സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചയിൽ പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. വടക്കൻ ജപ്പാൻ തീരത്ത് ശക്തമായ ഭൂചലനം. മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് മുംബൈ പോരാട്ടം. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ഇന്റർ കാശിയെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.